نبينا محمد وآله وصحبه أجمعين أما بعد. അപ്പോൾ അഖീദ എന്നാൽ എന്ത്? ലുഗതൻ, ഭാഷാർത്ഥത്തിൽ അഖീദ എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷയിൽ അഖീദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കെട്ടുക, മുറുക്കുക. ഇസ്തിലാഹൻ, ദീനിൽ അഖീദ എന്ന് പറഞ്ഞാൽ നമ്മളെ എഴുതി പഠിച്ചില്ലേ? എഴുതിയില്ലേ? എന്താ എഴുതിയ? അൽ-ഈമാനുൽ ജാസിമു ബില്ലാഹി തആല. നിങ്ങൾ വെറുതെ എഴുതിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഉപകാരപ്പെടൂല കേട്ടോ, പഠിക്കണം. അൽ-ഈമാനുൽ ജാസിമു ബില്ലാഹി തആല, അല്ലാഹുവിനുള്ള ഉറച്ച വിശ്വാസം. അതാണ് ദീനിൽ അഖീദ എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിനുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അതിനെല്ലാം വന്നു. അതായത് അള്ളാഹുവില്, പിന്നെ അള്ളാഹു അയച്ച അള്ളാഹിന്റെ മലക്കുകളില്, കിതാബുകളില്, മുർസലീങ്ങളില്, ഖിയാമത്ത് നാളില്, നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത അള്ളാഹുവും റസൂലും നമുക്ക് പറഞ്ഞു തന്ന് മാത്രം നമ്മൾ അറിഞ്ഞ ചില കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ, അതിലുള്ള വിശ്വാസം, അതൊക്കെയാണ് അഖീദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? വിശ്വാസം ശരിയാവാതെ ഒരടിമ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും അധികം പഠിക്കേണ്ടത് അഖീദയാണ്. ഏറ്റവും ആദ്യം പഠിക്കേണ്ടതും അഖീദയാണ്. അതുകൊണ്ടാണ് ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഇൽമുൽ അഖീദയാണ് എന്ന് പറയാനുള്ള കാരണം. മനസ്സിലായല്ലോ? ഇൽമുൽ അഖീദക്ക് മറ്റ് ചില പേരുകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇൽമുസ്സുന്ന, മറ്റൊന്ന് ഉസൂലുദ്ദീൻ. ഉസൂലുദ്ദീൻ, ദീനിന്റെ ഫൗണ്ടേഷൻ, അടിത്തറ. അതില്ലെങ്കിൽ ദീനില്ല. ഒരാൾ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, കൃത്യമായിട്ട് നിസ്കരിക്കും, നല്ല സ്വഭാവമാണ്, പിന്നെയോ ഹജ്ജ് ചെയ്യും, സദഖ ചെയ്യും, അങ്ങനെ പല നന്മകളുണ്ട്. പക്ഷെ ആരുടെ അഖീദ ക്ലിയർ അല്ല. അയാളെ ചെയ്ത ഒരു നന്മയും നന്മയായിട്ട് അല്ലാഹു പരിഗണിക്കൂല. മനസ്സിലായോ? അപ്പൊ ദീനുൽ ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന ആ മഹത്തായ അഖീദ, അത് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കേണ്ടത് എവിടെ നിന്നാണ്? ആരെങ്കിലും നമുക്ക് പറഞ്ഞെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചത് നമ്മുടെ വിശ്വാസമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അതായത് ഒരു കൂട്ടായ്മ, ഒരു സംഘടന അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരിക്കലുമില്ല. മുസ്ലിമീങ്ങൾ അവരുടെ മടിക്കേരിയല്ലേ? പേര് ഇരിക്കപ്പ ഒരാളെ മുമ്പിൽ എണീച്ചിരിക്കാൻ പാടില്ല. എണീച്ചു നിന്നല്ല ബഹുമാനം ഇസ്ലാം പെട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ സഹാബാക്കൾ എണീച്ചു നിന്നു. ഇപ്പൊ നബി പറഞ്ഞു, ഇരിക്ക്, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെ ബഹുമാനിക്കാൻ പാടില്ല. നിങ്ങളെ പേരും ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ നാളുകളായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണൊരു വിശ്വാസം, അതുകൊണ്ടത് വിശ്വസിക്കുക, അത് പറ്റില്ല. മുസ്ലിമീങ്ങൾ അവരുടെ അഖീദ, മലയാളം തിരിയില്ലേ? മുസ്ലിമീങ്ങൾ അവരുടെ അഖീദ, വിശ്വാസം സ്വീകരിക്കേണ്ടത് ഒന്ന് ഖുർആനിൽ നിന്നാണ്. മനസ്സിലായോ? കാരണം ഖുർആൻ അള്ളാഹുവിന്റെ
കലാമാണ്, അതിൽ തെറ്റ് വരില്ല. ഖുർആനിൽ എന്തെങ്കിലും ചെറിയ ഒരു തെറ്റുണ്ട് എന്നൊരുത്തം വിശ്വസിച്ചാൽ ഒരു മുസ്ലിമും ആവും. മനസ്സിലായോ? കാരണം ഖുർആനിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ആർക്ക് തെറ്റിയെന്ന് അർത്ഥം? അള്ളാഹുവിന് തെറ്റിയെന്ന് പറയും പോലെയാവും. കാരണം ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. അപ്പൊ ആ ഖുർആനിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തെറ്റുപറ്റി എന്ന് വിശ്വസിക്കുന്നവരെ പോലെയാവും. അള്ളാഹുവിന് തെറ്റുപറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ പോലെ ഇസ്ലാമിൽ വെച്ച് നിൽക്കാൻ പറ്റൂല, പുറത്തായി, ഔട്ടായി. കാരണം അള്ളാഹു എല്ലാ തെറ്റുകളിൽ നിന്നും പരിശുദ്ധനാണ്. അള്ളാഹുവിന് ന്യൂനത ഉണ്ടാവില്ല, അള്ളാഹുവിന് കുറവുകളില്ല. ഒരടിമക്കും അള്ളാഹ്ക്ക് ഒരു കുറവ് പറയാൻ സാധിക്കൂല. മുനസ്സഹാണ്, പരിശുദ്ധനാണ് അള്ളാഹു. എന്ത് ന്യൂനതയാ പറയാ? സൂറത്തുൽ മുൽക്കിൽ, ഏതാണ് സൂറത്തുൽ മുൽക്കിൽ? ഇമ്മ പറയും, അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. പിന്നെ അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ. അള്ളാഹു അടുക്കടുക്കായി 7 ആകാശങ്ങളെ പടച്ചവനാണ്. അള്ളാഹുവാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടാവോ? എന്താണ് സംശയമുള്ളവനെ? ഒരിക്കലുമില്ല. കാരണം അള്ളാഹു അല്ലാത്ത ഇന്ന് ദുനിയാവിൽ മനുഷ്യന്മാർ ആരാധിക്കുന്ന ആരൊക്കെയുണ്ടോ, എന്തൊക്കെയുണ്ടോ, അതൊക്കെ ജനിച്ചതും ഉണ്ടായതും ആ ഉള്ള ആകാശത്തിന്റെ താഴെയാണ്, അല്ലേ? അപ്പൊ അവരൊക്കെ ജനിച്ചതിന് ശേഷം നേരത്തെ ഉണ്ടായ ആകാശത്തെ അവര് പടച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുക? ഞാൻ പറഞ്ഞ മനസ്സിലായി? അപ്പൊ അവര് ജനിക്കുന്ന ഈ ആകാശത്തിന്റെ താഴെയാണ്. അവരാരും നമ്മള് ആകാശത്തെ പടച്ചവരാണ് എന്ന് വാദിച്ചിട്ടില്ല, വാദിക്കാനൊട്ട് കഴിയൂല. പറഞ്ഞു തിരിയുന്നുണ്ടോ? അള്ളാഹു അല്ലാത്ത ആരായാലും അള്ളാഹുവാണ് പഠിച്ചത്. എന്നിട്ട് അള്ളാഹു അടിമകൾക്ക് ഒരു വെല്ലുവിളി, ഞാൻ ആ പടച്ച ആകാശത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത, ഒരു കുറവ്, ഒരു മടുക്ക്, തഫാവുത്തിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ മടുക്ക്, മനസ്സിലായോ? അങ്ങനെ മടങ്ങലില്ല. ആകാശം ഇങ്ങനെ വിരിച്ചിരിക്കല്ലേ. അപ്പൊ 7 ആകാശങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ചുളിവ്, ഒരു മടുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു, എന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ. ഫർജിഉൽ ബസറ കർറതൈൻ, അല്ലേ? ഫർജിഉൽ ബസറ ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീൻ. നീ 2 പ്രാവശ്യം വേണമെങ്കിൽ ആകാശം നോക്കിക്കോ, പരിശോധിച്ചോ, എന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്നെനിക്ക് കാണിച്ചിട്ടുണ്ടാവില്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ. അപ്പൊ പിന്നെ കണ്ണില്ലാത്ത മനുഷ്യന്മാരില്ലേ, ന്യൂനതയല്ലേ? കാലില്ലാത്ത മനുഷ്യന്മാർ, 6 പേരിലുള്ള മനുഷ്യന്മാർ, പിന്നെയോ സംസാരിക്കാൻ പറ്റാത്ത മനുഷ്യന്മാർ. ഇത് ന്യൂനതയല്ല. കാരണം നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത അയാൾക്ക് അതായിരിക്കും ഖൈർ. നമ്മൾ മനസ്സിലായോ? ഒരു കാലം മാത്രം അള്ളാഹു കൊടുത്ത ഒരാൾ ഓന് 2 കാലം കിട്ടുന്ന ഖൈറായിരിക്കൂല. അതറിയുന്നവരാരാ? അള്ളാഹുവാണ്. രഹസ്യം അറിയുന്നവരാരാ? ഒരാൾക്ക് ഇന്നത് കൊടുത്താൽ ഓന് ഖൈറായിരിക്കും എന്ന് അള്ളാഹ്ക്കറിയാം. ഒരാൾക്ക് ഇന്നത് കൊടുത്താൽ ഓന് ഷർറായിരിക്കും, അതും ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം, നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും എന്താണോ ആവശ്യം അതറിഞ്ഞു കൊടുക്കുന്നവരാണ് അള്ളാഹു. നമുക്കും അങ്ങനെ അള്ളാഹു തന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയതിൽ നമ്മൾ അള്ളാഹ് എന്ത് ചെയ്യാം? സ്തുതിക്കാം. മനസ്സിലായോ? ആരാണ് കിട്ടാത്തതിനോ നമ്മൾ അള്ളാഹ് കുറ്റം പറയല. അവന് അതായിരിക്കും ഖൈർ. എന്തായാലും എനിക്ക് കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ അള്ളാഹിന്റെ ഒരു കാര്യത്തിലും എന്തില്ല? ന്യൂനതയില്ല, തെറ്റില്ല. ഖുർആനിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തെറ്റാക്കൽ, അള്ളാഹിനെ തെറ്റാക്കൽ കുഫറാണ്, കാഫിറായി പോകും.
അവിടെ മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം സ്വീകരിക്കുന്ന ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. അതായത് അല്ലാഹു പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ വിശ്വസിക്കുന്നത്? അല്ലാഹു പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ വിശ്വസിക്കുന്നത്? ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ ആകുന്നു. മനസ്സിലായോ? നോട്ട് ചെയ്യുന്നുണ്ടേ, എഴുതിയെടുക്കണ്ടേ, പഠിക്കണ്ടേ? ഉറക്കം വരുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കോളേജ് എന്താ പഠിക്കുന്നത്? എന്റെ മോനെ വക്കീല. കെയർഫുൾ. നീയോ? എന്താ സംഭവം? ബിസിനസ്സാ ഡിഗ്രിയാക്കുന്നത്. ജിമ്മനോ കഴിഞ്ഞ? ഉറക്കം വരുന്നുണ്ടോന്നില്ല, കണ്ടാലും ഇങ്ങനെ ചോദ്യം വരുന്നുണ്ടല്ലോ. ഉറങ്ങുന്ന ടൈമായ അപ്പൊ എഴുതിക്കോ. മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ ആകുന്നു. മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെ സ്വീകരിക്കുന്ന ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആനാകുന്നു. മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെ സ്വീകരിക്കുന്ന ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ ആകുന്നു. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ശരി, അതറിയില്ല. തെളിവ്, ദലീൽ, പ്രൂഫ്. മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ പ്രൂഫ് എന്താണ്? ഖുർആനായിരിക്കണം. തെളിവ് ഖുർആനായിരിക്കണം. ഏതിൽ? വിശ്വാസപരമായ കാര്യങ്ങൾ, അഖീദയിൽ. ഉദാഹരണത്തിന് മുസ്ലിമീങ്ങളുടെ വിശ്വാസപ്രകാരം അള്ളാഹു എവിടെയാ? അർശയാണ് ഇതിന്റെ പോൽക്ക മുകളിൽ, ആകാശത്ത്. അങ്ങനെ പറയണം. അള്ളാഹു എവിടെയാണ്? ആകാശത്ത്. തെളിവ്. അത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. അള്ളാഹു ആകാശത്തിലാണ് എന്നത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. മുസ്ലിമിന്റെ വിശ്വാസം അങ്ങനെയായിരിക്കണം. പിന്നെങ്ങനെ ആയിക്കൂടാ? അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നായിക്കൂടാ. എന്തുകൊണ്ട്? രണ്ടിനും തെളിവാണ്. അള്ളാഹു ആകാശത്തിലാണ് എന്നൊരുത്തം വിശ്വസിക്കുന്നെങ്കിൽ ഒരു തെളിവുമാണ്. തെളിവ് എന്തായിരിക്കണം? ആദ്യം ഖുർആനായിരിക്കണം. ഇനി അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നവർക്ക് എന്ത് വേണം? തെളിവ് വേണം. ആ തെളിവ് എന്തായിരിക്കണം? ഖുർആനായിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത്? നമ്മുടെ വിശ്വാസത്തെ അങ്ങനെ വേർതിരിച്ച് പഠിക്കണം. കാരണം അള്ളാഹു പരിഗണിക്കൽ വിശ്വാസമാണ്. അതിനുശേഷം എന്ത് പരിഗണിക്കൂ? കർമ്മങ്ങളെ പരിഗണിക്കൂ. അള്ളാഹു ആകാശത്തിലാണ് എന്ന് അഹ്ലുസുന്ന വൽ ജമാഅ പറയുമ്പോൾ അവർക്ക് തെളിവുണ്ട്. അവരുടെ തെളിവ് ആദ്യം ഏത് തന്നെയാണ്? ഖുർആനിൽ തന്നെയാണ്. അഅമിൻതും മൻ ഫിസ് സമാ, അഅമിൻതും മൻ ഫിസ് സമാ. അല്ലാഹു പറഞ്ഞു. ഏത് സൂറത്താ? മുൽക്ക്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ചോദിക്കുകയാണ്, അഅമിൻതും, നിങ്ങൾ നിർഭയരാകുകയാണോ? മൻ ഫിസ് സമാ, ആകാശത്തിൽ ഉള്ളവരെ കുറിച്ച്. അപ്പൊ അള്ളാഹു ആകാശത്തിലാണ് എന്ന് അള്ളാഹു തന്നെ എവിടെ പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ വിശ്വാസം എന്തായി? അള്ളാഹു എവിടെയാ? ആകാശത്തിൽ. പിന്നെ നമുക്ക് പ്രമാണം ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാര്, അത് അവരുടെ വിശ്വാസമാണല്ലോ. വിശ്വാസത്തിന് പ്രമാണം വേണം, തെളിവ് വേണം. അവരെന്ത് തെളിവ് പറഞ്ഞു? അള്ളാഹു പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഇട്ടപ്പോ ഇതിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ലൈറ്റ് കിട്ടുള്ളൂ. പിന്നെയോ അതിന്റെ 4 ഭാഗത്തും അതിന്റെ വെളിച്ചം കിട്ടുന്ന പോലെ അള്ളാഹിന്റെ പ്രകാശം എല്ലായിടത്തും ഉണ്ട്. തെളിവ് അവരുടെ ചിന്ത. മനസ്സിലായോ? തെളിവ് അവരുടെ ബുദ്ധി, അവരാലോചിച്ചത്, അവർ ചിന്തിച്ചെടുത്തത്. അല്ലാണ്ട് എന്തല്ല? ഖുർആനല്ല. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നു മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളിലെ അവരുടെ ആദ്യത്തെ പ്രമാണം ഖുർആനാണ്. അത് ഖുർആനുണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താണ്? ഖുർആൻ ഒരിക്കലും തെറ്റില്ല. അതിന് സംശയത്തിന് ഒരു വകയുമില്ല.
ഇനി ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, ഇന്നതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ഒരുത്തൻ പറഞ്ഞു ഖുർആൻ അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല നമ്മൾ പഠിച്ചത്, പണ്ട് നമ്മളിങ്ങനെ കേട്ടത് എന്ന് പറഞ്ഞാൽ അവന്റെ ഹുക്കം എന്താ, അവന്റെ വിധി എന്താ? ഇസ്ലാമിൽ നിന്ന് പുറത്താവും. ഉദാഹരണം ഇതെന്നെ പറയാം. അള്ളാഹു പറയുന്നു അവൻ ആകാശത്തിലാണ്. ഓക്കെ, പക്ഷെ ഒരുത്തൻ പറയുന്നു അങ്ങനെയൊന്നുമല്ല. ഞാൻ ചിന്തിച്ചപ്പോഴും എനിക്ക് ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ ഉദാഹരണം, മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിന്റെ വെളിച്ചം 4 ഭാഗത്തും എത്തുന്ന പോലെ അള്ളാഹു എല്ലായിടത്തും എത്തും എന്നതാണ് എനിക്ക് ശരിയായിട്ട് തോന്നുന്നത് എന്നൊരുത്തൻ പറഞ്ഞാൽ ഓൻ പറഞ്ഞത് ശരിയാക്കിയല്ലോ. തെറ്റാക്കിയത് ആര് പറഞ്ഞില്ല? ഖുർആൻ പറഞ്ഞത്. പറഞ്ഞ മനസ്സിലാകുന്നല്ലോ. ഓൻ ചിന്തിച്ചതിനെ ഓൻ ശരിയാക്കി, അപ്പൊ ഓൻ തെറ്റാക്കിയത് എന്തിനാ? അള്ളാഹു പറഞ്ഞതിനെ. അള്ളാഹു പറഞ്ഞതിനെ തെറ്റാക്കിയവൻ നിഷേധിയാണ്. ഇസ്ലാമില്ല. അത് നിസ്സാര സംഗതിയല്ല. അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിന് കയ്യുണ്ടോ? ഉണ്ടെന്ന് പറയുന്നത് കൈയോക്കെ. അള്ളാഹ് കയ്യുണ്ടെന്ന് പറയുന്നത് കൈയോക്കെ. തെളിവ് തരണ്ട്, വെറുതെ ഒക്കെ തെളിവ് തരണ്ട്. വിശ്വാസം അങ്ങനെ തന്നെ. കയ്യും കൈയില്ല എന്ന് പറയുന്നത് ആരൊക്കെയാ? എന്തോ പൊക്കടാ, ശരിക്ക് പൊക്കടാ. ഇല്ല എന്ന് പറയുന്നത് കൈ നോക്കിയേ. എന്താ നോക്കിയില്ലേ? ഉണ്ടോ ഇല്ലേ? നിന്റെ വിശ്വാസം എന്താ? അറിയില്ല. നിന്റെ പേര് പറഞ്ഞ അബ്ബാസ്. നിന്റെ കണ്ണിനാ കൂടുതൽ ചുവപ്പ് കാണുന്നു. എന്താ സംഭവം? ഉറക്കം വന്നില്ല? പൊടി പിടിച്ചില്ല? കയ്യുണ്ടോ? ഉണ്ട്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം അല്ലാഹുവിന് കയ്യുണ്ട്. തെളിവ് ഖുർആൻ. തെളിവ് ഖുർആൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഖുർആൻ തെളിവ് പറയുന്നത്? ഇവനാരാ? പുതിയൊരാള്. അവന്റെ പേരെന്താ? റാഷിഖ്. പഠിക്കില്ല. ഖുർആൻ എന്തുകൊണ്ടാണ് തെളിവ് പറയുന്നത്? അല്ലാഹുവിന്റെ കലാമല്ലേ. ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ഇതാ ഖുർആൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുറന്ന് കാണിച്ചു കൊടുത്താൽ ഇത് ശരിയാവില്ല എന്ന് മുസ്ലിം പറയും. പറഞ്ഞാൽ പോയില്ലേ? ഒരു ഖുർആനിൽ വിശ്വാസമെങ്കിൽ പിന്നെ അതെങ്ങനെ മുസ്ലിം ആവുക? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഞാൻ സൂറത്തിന്റെ പേര് പറഞ്ഞുതരാം, നോട്ട് ചെയ്യണേ. അത് പോയിട്ട് ഇങ്ങനെ നോക്കണം. ഞാൻ പറയുന്നത് കേട്ടെങ്കിൽ വിശ്വസിച്ച് പോകരുത്. സൂറത്ത് സ്വാദ്. സൂറ യാസീൻ കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ സൂറത്ത്. യാസീൻ കഴിഞ്ഞാൽ പിന്നെ ഏതാ സൂറത്ത്? യാസീൻ കഴിഞ്ഞ പാടെ ഏതാ സൂറത്ത്? സോഫാത്ത് കഴിഞ്ഞാൽ സ്വാദ്. സൂറത്ത് സ്വാദിന് 75ാമത്തെ ആയത്ത്. 75 മീൻസ് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ 75. 75. എന്താ അള്ളാഹു പറയുന്നത് കേട്ടോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. അങ്ങനെ ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു ആരോട് കൽപ്പിച്ചു? മലായികത്തിനോട്. മലക്കുകളുടെ കൂട്ടത്തിലാണ് അന്ന് ശൈത്താൻ, ഇബ്ലീസ്. അപ്പൊ മലക്കുകളോട് കൽപ്പിച്ച കൽപ്പന ആർക്കും ബാധകമാണ്? ഇബ്ലീസിന് ബാധകമാണ്. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഒരുമിച്ചിരിക്കുക, നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് മൊത്തത്തിലൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർക്കും ബാധകമാണ്. അപ്പൊ ഒരുത്തം പറയാണ്, ഞാൻ ഈ നാട്ടുകാരനല്ല, അവൾക്ക് ബാധകത പാലിക്കാൻ പറ്റുമോ? ഇല്ല. ഇബ്ലീസ് ജിന്നാണ്. ഇബ്ലീസ് ഏത് വർഗത്തിൽപ്പെട്ടതാ? ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ടതിനെ കൊണ്ടാ? തീ കൊണ്ട്. മലായികത്തോ? നൂറ്, പ്രകാശം കൊണ്ട്. പക്ഷെ ജിന്നായ ഇബ്ലീസിന്റെ താമസം മലക്കുകളുടെ കൂടെ. അതുകൊണ്ട് മലക്കുകളെ നിങ്ങൾ സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആരും പെട്ടു? കൂടെ ജീവിക്കുന്ന ജിന്നായ ഇബ്ലീസ് പെട്ടു. പക്ഷെ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു.
ഇബ്ലീസ് ചെയ്തില്ല. എന്താ കാരണം? കിബർ കാണിച്ചു. ഇബ്ലീസും ആദം നബിക്ക് സുജൂദ് ചെയ്യാതിരുന്നതിന്റെ കാരണം അബാ വസ്തക്ബറ. ഖുർആൻ അല്ലാഹു പറയാ, അവൻ സുജൂദ് ചെയ്തില്ല, വസ്തക്ബറ, അവൻ കിബർ കാണിച്ചു. എന്താ കിബർ കാണിക്കാൻ കാരണം? ഞാൻ തീയാണ്, ആദമോ മണ്ണാണ്. അപ്പൊ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമ സുജൂദ് ചെയ്യുകയോ കിബർ കാണിച്ചപ്പോ അല്ലാഹു പുറത്താക്കി. അപ്പൊ ഇത് ചെയ്തപ്പോ അല്ലാഹു ചോദിക്കാണ് ഇബ്ലീസിനോട്. ഖാല, അല്ലാഹു പറഞ്ഞു, സൂറത്തു സാദിന്റെ 75-ാമത്തെ ആയത്ത് കേട്ടോ. യാ ഇബ്ലീസു, എന്താർത്ഥം? ഏ ഇബ്ലീസേ, മാ മനഅക, എന്താണ് നിന്നെ തടഞ്ഞ വസ്തു? നീ എന്തുകൊണ്ടാ ചെയ്യാത്തത്? അൻ തസ്ജുദ, നീ സുജൂദ് ചെയ്യുവാൻ. നീ എന്താ സുജൂദ് ചെയ്യാത്തത്? ലിമാ ഖലഖതു, ഞാൻ സൃഷ്ടിച്ച ഒരാൾക്ക്, ബിയദയ്യ, എന്റെ 2 കൈ കൊണ്ട്. എന്താ പറയുന്നത്? ഞാൻ എന്റെ 2 കൈ കൊണ്ട് സൃഷ്ടിച്ച ആദമിന് നീ എന്തേ സുജൂദ് ചെയ്യാത്തത്? അപ്പൊ അള്ളാഹുവിന് എന്തുണ്ടെന്ന് പറഞ്ഞു? ഇവിടെ കൈയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പക്ഷേ എങ്ങനെയായിരിക്കും അള്ളാന്റെ കൈ? അറിയില്ല. അത് നമുക്കറിയില്ല. അള്ളാന്റെ റാത്തേ നമുക്കറിയില്ല. അള്ളാഹു എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവിടെ അള്ളാന്റെ കൈ എങ്ങനെ? അള്ളാഹുവിന്റെ റാത്തിനോട് എങ്ങനെയാണ് യോജിച്ചത് അങ്ങനെ. നമുക്കത് ഒരു രൂപം, നമുക്കിപ്പോ മനുഷ്യന്റെ കൈ എന്ന് പറയുമ്പോൾ ഇത് സങ്കല്പിക്കാൻ പറ്റും. അള്ളാന്റെ കൈ എന്ന് പറയുമ്പോൾ സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം അള്ളാഹ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അള്ളാഹ്ക്ക് എങ്ങനെയാണോ കൈ യോജിച്ചത് അങ്ങനത്തെ കൈ അള്ളാഹ്ക്കുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ അഖീദ. എന്താ തെളിവ്? സൂറത്തു സാദിൽ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള അവരുടെ ഒന്നാമത്തെ തെളിവ് എന്താണ്? ഖുർആനാണ്. വിശ്വാസപരമായ കാര്യത്തിന് തെളിവ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ടോ ഇല്ലേ? ഉറപ്പാ? ഇവര് പോലത്തെ ആൾക്കാർ മരിക്കണം. എന്താ അഹ്ലുസുന്നah വൽ ജമാഅത്തിന്റെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടോ ഇല്ല? മരണപ്പെട്ടു. എന്താ കാരണം? അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, ഇന്നക മയ്യിതുൻ, നബിയെ താങ്കൾ മരിക്കേണ്ട ആളാകുന്നു. ഏതെങ്കിലും ഒരു നബി ദുനിയാവിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ? ദുനിയാവിലുണ്ടോ? ഇല്ല. ദുനിയാവിൽ ആരുമില്ല. ഖിദർ നബി ഉണ്ടോ? ഇദ്രീസ് നബി ഉണ്ടോ? ഇസ്മായിൽ നബി ഉണ്ടോ? ഇല്ല. എല്ലാവരും മരിച്ചു. കാരണം അല്ലാഹു പറഞ്ഞു വഇന്നഹും മയ്യിതൂൻ, നബിയെ നിങ്ങളും മരിക്കും, നിങ്ങൾക്ക് മുമ്പ് വന്ന നബിമാരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാസം മരിച്ചു. പക്ഷെ ഒരാൾ മാത്രം മരിച്ചിട്ടില്ല, ഈസ. നമ്മുടെ വിശ്വാസം ഈസ അലൈഹിസ്സലാം മരിച്ചില്ല. കാരണം ഖുർആൻ പറഞ്ഞു വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. യഹൂദികൾ ഈസ നബിയെ കൊന്നിട്ടില്ല, അവർ തൂക്കിലേറ്റ് കുരിശിലേറ്റിട്ടില്ല. പക്ഷെ അവർക്ക് അങ്ങനത്തെ വേറെ ഒരാളെ അല്ലാഹു ആക്കി കൊടുത്ത അയാളെയാണ് യഹൂദികൾ കൊന്നത്. ഈസ നബിയോ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. ആകാശത്തിൽ ഇപ്പോഴും ഈസാ നബി ജീവനോടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ്, അഖീദയാണ്. തെളിവ് മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പണ്ടേ ഇങ്ങനെ കേട്ടി വരുന്നത്. നമ്മുടെ ഉപ്പമാരും കാരണവന്മാരൊക്കെ ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചത്, നമ്മുടെ ഉസ്താമാരൊക്കെ ഇങ്ങനെയാ പറയുന്നത്. ഇതൊരിക്കലും വിശ്വാസപരമായ കാര്യത്തിൽ നമുക്ക് തെളിവായിക്കൂടാ. അഖീദ ഏറ്റവും ഉന്നതമായ കാര്യമാണ്. അഖീദ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടതിൽ ഒന്ന് അള്ളാഹുവിന്റെ കലാമിൽ നിന്നായിരിക്കണം. രണ്ടാമതായി മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്ന പ്രമാണം സ്വഹീഹായ ഹദീസുകൾ. അപ്പൊ എന്തെഴുതും? രണ്ടാമത്തെ പോയിട്ട് എന്താ? മുസ്ലിമീങ്ങൾ
അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെ സ്വീകരിക്കുന്ന രണ്ടാമത്തെ പ്രമാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളാകുന്നു. മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് വിശ്വാസപരമെന്ന് എടുത്തു പറയാനുള്ള കാരണം അഖീദയാണ് മെയിൻ. അമലുകളിൽ നമ്മൾ ചിലപ്പോൾ ഇമാമികളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നീ ഏത് മദ്ഹബാണ്? വക്കീൽ ഏതാ മദ്ഹബ്? അല്ല, എന്നാലും ഹനഫി, ഷാഫി, സുന്നി, അതന്നെ നമ്മളെല്ലാം സുന്നി തന്നെ. മദ്ഹബ് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. നീ സാഹിബല്ലേ? ഹനഫിയല്ലേ? നിങ്ങൾക്ക് ഒന്നുമില്ല. നമ്മളൊക്കെ ഏതെങ്കിലും മദ്ഹബിന്റെ ആൾക്കാരായിരിക്കും. നമ്മൾ ഏതെങ്കിലും മദ്ഹബിനെ ഫോളോ ചെയ്യുന്നത് തന്നെ. ഞാൻ ഷാഫി മദ്ഹബുകാരനാണ്. മുസ്ലിമാണ്. വിശ്വാസത്തിൽ അഖീദയിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മൾ ആരെയും ഫോളോ ചെയ്യില്ല. ഖുർആനിലും സ്വഹീഹായ ഹദീസിനെയും വിശ്വാസത്തിൽ. കർമ്മങ്ങളിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മസ്അലകളെ ഗവേഷണം ചെയ്തെടുക്കാനുള്ള അറിവ് എനിക്കില്ല. അവിടെ ഞാൻ എന്ത് ചെയ്യും? അതുള്ള പണ്ഡിതന്മാര് ഖുർആനും ഹദീസും തെളിവ് വെച്ചിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞെന്നാൽ നമ്മൾ ഫോളോ ചെയ്യും, അത് സ്വീകരിക്കാം. എനിക്ക് തെറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉദാഹരണത്തിന് അല്ലാഹു അക്ബർ നിസ്കരിക്കാൻ കൈകെട്ടുടനെ നമ്മൾ പറയാം എന്തും പറയുന്നില്ലേ? സനാഹ് പറയിച്ച ആൾക്കാർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഹനഫികൾ അധികം പറയാം. ഹനഫി മദ്ഹബ് പഠിച്ച ആൾക്കാരാണ് സനാഹ് അധികം പറയാം. ഷാഫി മദ്ഹബിന്റെ ആൾക്കാർ എന്ത് പറയും? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫറദ. അല്ലേ? അത് തെറ്റോ ശരിയോ? ശരിയാണ്. ഒരാൾ സനാഹ് പറഞ്ഞു, അത് കാരണം അത് ഹനഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. തെളിവ് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഓക്കെ, നീ ഇമാമിനെ ഫോളോ ചെയ്തോളും, പ്രശ്നമില്ല. കാരണം അത് വിശ്വാസമല്ല, കർമ്മമാണ്. കർമ്മത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം, അവർക്ക് തെളിവുണ്ടെങ്കിൽ. ഷാഫി മദ്ഹബുകാരൻ എന്ന് പറയും, വജ്ജഹ്തു പറയും. അത് ഷാഫി ഇമാമിന്റെ കിതാബ് ഞാൻ അങ്ങനെയാ പഠിച്ചത്, തെളിവ് ഒരു ഹദീസ് ഉണ്ട്, അവർക്ക് നീ ഫോളോ ചെയ്യും. പക്ഷെ വിശ്വാസത്തിൽ നമ്മൾ ആരും ഫോളോ ചെയ്യില്ല. ആരെ മാത്രമേ ചെയ്യൂ? ഒന്ന് ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞു. രണ്ടാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസ്. നമ്മൾ ഹദീസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹും ദഈഫും എങ്ങനെയാ മനസ്സിലാവുക? സനദ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ഒരു ഹദീസ് സ്വഹീഹാണോ, സ്വീകരിക്കാൻ പറ്റിയതാണോ, അതല്ല സ്വീകരിക്കാൻ പറ്റാത്ത ദഈഫാണോ എന്ന് മനസ്സിലാക്കുന്നത് സനദ് നോക്കിയിട്ടാണ്. നിഹാലെ എന്താ സനദ് എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മൾ വരെ എത്തിയ ചെയിൻ, അതാണ് സനദ്. അതായത് ഒരു ഇപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയാണ്, എന്റെ ഉസ്താദ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. അദ്ദേഹം പറയാണ് എന്റെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തന്നു. അദ്ദേഹം പറയും എന്റെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ പോയി 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 ആരിലെത്തും? സഹാബിയിലെത്തും. സഹാബി ആരിലെത്തും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെത്തും. ഈ ചെയിനില്ലേ, അതാണ് സനദ്. ആ സനദിലുള്ള ആൾക്കാർ നമ്മൾ പരിശോധിക്കും. ആൾക്കാരെ പരിശോധിക്കുമ്പോൾ സത്യം പറയുന്ന ആളാണോ, കളവ് പറയാൻ ചാൻസ് ഉണ്ടോ, അല്ല ഓർമ്മപ്പിശക് എന്തെങ്കിലും പറ്റിയ ആളാണോ, അവസാന കാലത്ത് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടോ, അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. അതൊക്കെ നോക്കി ക്ലിയർ ആണെങ്കിൽ ആ ഹദീസ് എന്താണ്? സ്വഹീഹ. അങ്ങനെ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ അഖീദയിൽ മുസ്ലിമീങ്ങൾ രണ്ടാമതായി സ്വീകരിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ മുസ്ലിമീങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ
രണ്ടാമതായി സ്വീകരിക്കുന്ന പ്രമാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളാകുന്നു. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് സ്വഹീഹായ ഹദീസ്. ഓക്കെ, അപ്പൊ സ്വഹീഹായ ഹദീസിൽ ഉദാഹരണത്തിന് ശ്രദ്ധിക്കണേ, അഖീദ നമ്മൾ അഹ്ലുസുന്നയുടെ വിശ്വാസം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി തബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിക്കുന്നവനെ, തബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണമേ, അലാ ദീനിക്, നിന്റെ ദീനിൽ. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മൾ കുഫറിലായിരുന്നു, ഇപ്പൊ മുസ്ലിമായി, ഇനി നമ്മൾ കുഫറിലേക്ക് പോകുന്നതാണോ നിങ്ങൾ പേടിക്കുന്നത്? ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അർത്ഥം എന്താ? മാറിപ്പോവാൻ ചാൻസ് ഉണ്ടെന്നല്ലേ? അപ്പൊ വിശ്വാസ മതങ്ങൾ പറയാണ്, അതെ, ഹൃദയം, മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാകുന്നു. അള്ളാഹുവിന്റെ ബൈന ഇസ്ബഇർ റഹ്മാൻ, അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാകുന്നു. യുഖല്ലിബുഹാ കൈഫ യശാ, യുഖല്ലിബുഹു കൈഫ യശാ, അതിന് അവൻ ഉദ്ദേശിക്കുന്ന പോലെ തിരിക്കും ഹൃദയത്തെ. അപ്പൊ ഈ ഹദീസിന് എന്ത് കിട്ടി? അള്ളാഹ് എന്തുണ്ട്? കൈവിരലുകളുണ്ട്. എങ്ങനെ നമുക്കറിയില്ല? നമ്മൾ അള്ളാഹുവിന് കൈവിരലുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഖുർആനില്ല, പിന്നെ എന്തിനുണ്ട്? സ്വഹീഹായ ഹദീസ്. അതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലായോ? ഇനി ഒരിക്കലും പറയാ, അതെങ്ങനെ ഇപ്പൊ അള്ളാഹ്ക്ക് വിരലുണ്ടാവല് എന്ന് പറഞ്ഞാൽ ഓൻ എന്തിനെ കളവാക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യത്തെ കളവാക്കി. അള്ളാഹു റസൂലിനെ കളവാക്കിയ ഒരു ഇസ്ലാമിൽ ഒരു ഇസ്ലാമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടോ? വേറെ ഉദാഹരണം പറയാം. സംസം വെള്ളം കുടിച്ചിട്ടുണ്ടോ? എത്ര? ഉംറക്കാരന് പോയിട്ടുണ്ട്? 1, 2, 3 പോയില്ല? പോണം, ഇൻഷാ അല്ലാഹ് ഉറപ്പാക്കട്ടെ. സംസം വെള്ളത്തെ പറ്റി നമ്മുടെ വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്ത് നിയ്യത്തിലാണോ സംസം വെള്ളം നമ്മൾ കുടിക്കുന്നത് അത് കിട്ടും. മരുന്നാണ്. ഇവിടെ കിണറ്റിൽ നിന്ന് വന്ന അത്ഭുതകരമായ വെള്ളം. പക്ഷെ നമ്മളുടെ അഹ്ലുസുന്നയുടെ അഖീദ, വിശ്വാസം, അത് സാധാ വെള്ളമല്ലാതാണ്, അത് പവിത്രമായ വെള്ളമാണ്. തെളിവ് ഖുർആനിലുണ്ടാവും. സംസം വെള്ളത്തെ പറ്റി ഖുർആനിലൊന്നും പറയുന്നില്ല. പക്ഷെ എന്താ തെളിവ്? സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞത് സ്വഹീഹായി നമ്മുടെ കൈമ കിട്ടി എന്ന് പറഞ്ഞാൽ ആ ചെയിൻ എന്താണ്? ക്ലിയർ ആണ്. ആ ചെയിനിൽ ആരും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ആരുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്വഹീഹായ ഹദീസാണ്. അവിടെ നമ്മളെന്ത് വിശ്വസിക്കുന്നു? സംസം വെള്ളം എന്ത് നിയ്യത്ത് വെച്ച് കുടിക്കോ അത് കിട്ടും. ജിമ്മൻ നല്ല സിസ്പെക് ആവാൻ വേണ്ടി കുടിച്ചാലോ നമ്മുടെ വിശ്വാസം. നമ്മള് കഷടിക്കാൻ നല്ല മുടി വരാൻ വേണ്ടി കുടിച്ചാലോ? ഇന്നമല്ല അമാലും നല്ല ബുദ്ധി കിട്ടാൻ വേണ്ടി കുടിച്ചാലോ? ഞാൻ നല്ല ബുദ്ധി കിട്ടാൻ വേണ്ടി ഒന്ന് കുടിച്ചാലോ? അവിടെ തന്നെ ഫുൾ മാർക്കാ പരീക്ഷക്ക് കിട്ടും. നല്ല വെളുക്കാൻ വേണ്ടി കുടിച്ചാലോ? വെളുക്കാൻ വേണ്ടി നിങ്ങളെന്താ തേക്കല്? ജിമ്മ തേക്കണ്ട? ഒന്നുമില്ല. ഫായിസ തേക്കണ്ട? ഫായിസ ഉണ്ട്. ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വെളുക്കാനുള്ള ക്രീം തേക്കുന്നവരുണ്ട്. വെളുത്തിട്ട് എന്ത് കിട്ടാനാ? പെമ്പിള്ളേരെ നോക്കാനല്ലേ? അതിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ലല്ലോ. സംസം കുടിച്ചാലോ? കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ പിന്നെ ഇതിന്റെ അപ്പുറത്തില്ല.
നമ്മൾ അത് ശരിയാവോ തെറ്റാവോ അതെങ്ങനെയാ ചോദ്യം പരിപാടിയില്ല. കാരണം അള്ളാഹു നമുക്ക് വേണ്ടി അയച്ചു തന്ന നമ്മുടെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിശ്വാസം നമ്മൾ സ്വീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രമാണമാണ്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസ്. അവിടെ നാട്ടിൽ ഇങ്ങനെയാണ്, നമ്മുടെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് വിശ്വസിച്ച് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കേട്ടത്. ഇതൊന്നും വിശ്വാസത്തിൽ നമുക്ക് പ്രമാണമല്ല. മനസ്സിലായോ? 3, ഖുർആനിനെയും സുന്നത്തിനെയും പ്രമാണമാക്കുന്ന വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട്, മുസ്ലിമീങ്ങളുടെ നിലപാട്, അവർ ഇവ രണ്ടും അവരുടെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മാത്രം മനസ്സിലാക്കും എന്നുള്ളതാണ്. ഉദാഹരണം പറയാം. സലഫുകൾ, സലഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുൻഗാമി. മുൻഗാമി നമ്മുടെ മുൻഗാമികൾ ആരാ? ദുനിയാവിൽ നമ്മുടെ മുൻഗാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ, ഉപ്പാപ്പ, വെല്ലുപ്പ, ഇനുപ്പ, അതാണ് നമ്മുടെ മുൻഗാമികൾ. ദീനിൽ സലഫ് എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ. നമ്മുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ. അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ് നമ്മളുടെ മുൻഗാമികൾ. അതുകൊണ്ട് നമ്മൾ മുൻഗാമികൾ ചെയ്ത പോലെ, മുൻഗാമികൾ പറഞ്ഞ പോലെ എന്നൊക്കെ പറയുന്നത് കേട്ട് എന്ത് മനസ്സിലായിക്കൊള്ളോ? സഹാബാക്കൾ ചെയ്ത പോലെ, സഹാബാക്കൾ പറഞ്ഞ പോലെ. എന്തുകൊണ്ടാണ്? അവർ ക്ലിയർ ആണ് എന്നുള്ള ആര് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്? അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു. സഹാബാക്കളെ പറ്റിയിട്ട് അവർ ദീൻ ഓക്കെയായവരാണ്, അവരുടെ വിശ്വാസം ക്ലിയർ ആണ്, അവർ സ്വർഗത്തിന്റെ ആൾക്കാരാണ് എന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. എവിടെ പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ. റളിയല്ലാഹു അൻഹു വറദു അൻഹു. അല്ലാഹു അവരെ തൃപ്തനാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസം എന്താണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. കാരണം അല്ലാഹു അംഗീകരിച്ചവരാണ്. അവരെന്ത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. കാരണം അവർ അല്ലാഹു അംഗീകരിച്ചവരാണ്. അതാണ് നമ്മുടെ മുൻഗാമികൾ. അപ്പൊ ഖുർആനും ഹദീസും ആ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മാത്രമേ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. എഴുതിക്കോ, 2 പ്രമാണം എഴുതിയല്ലോ. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മാത്രമേ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. മുൻഗാമികൾ മീൻസ് സലഫ്. അതിന് പറയുന്ന പേരെന്താണ്? അതെപ്പോഴും പഠിച്ചു വെക്കണം. അത് ഇന്നലെ പലപ്പോഴായിട്ട് കേൾക്കുന്നത് ഫഹ്മുസ്സലഫ്. ഫഹ്മുസ്സലഫ്. ഫഹ്മ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാവുക. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ. അപ്പം സഹാബാക്കൾക്ക് മനസ്സിലായ ആ മനസ്സിലാവൽ, അതാണ് ഫഹ്മ്. അപ്പൊ എങ്ങനെയാ പറയാ? പൊതുവെ ഫഹ്മുസ്സലഫ് അനുസരിച്ച് നമ്മൾ മനസ്സിലായോ? ഖുർആനും സഹീഹായ ഹദീസും നമ്മൾ മനസ്സിലാക്കുന്നത് ഫഹ്മുസ്സലഫ് അനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുക. ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെയായിരിക്കും നമ്മളും മനസ്സിലാക്കുക. തിരിഞ്ഞോ? ഒരു ഉദാഹരണം പറയാം. പിന്നെ ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ഖുർആൻ ആയതാണ്. എന്താ അർത്ഥം? അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ, വലോ അന്നഹും ഇദ് ളലമു അൻഫുസഹും, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ, കുരുത്തക്കേട് കാണിച്ചാൽ, ജാഊക അവർ താങ്കളുടെ അടുക്കൽ വരണം, ഫസ്തഗ്ഫിറുല്ലാഹ എന്നിട്ട് അവർ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ പാപമോചനം തേടണം,
വസ്തഗ്ഫറ ലഹുർ റസൂലു, നബിയും അവർക്ക് വേണ്ടി പാപമോചനം തേടണം, എന്നാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതായിരിക്കും. എന്താ പറഞ്ഞ അള്ളാഹു? അവർ തെറ്റ് ചെയ്താൽ ആദ്യം ചെയ്യണം, ജാഊക, നിങ്ങളുടെ അടുക്കൽ വരണം. ഇതാണ് ഖുർആൻ ആയത്. ഇതിപ്പം ഖുർആൻ ഓതുന്ന ഒരാൾ ഇങ്ങനെ ഓതി പരിഭാഷ വായിച്ചപ്പം തെറ്റ് ചെയ്തവൻ നബിയുടെ അടുക്കലേക്ക് പോകണം എന്നാണല്ലോ പറയുന്നത്. പെട്ടെന്നാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നേരെ മദീനത്ത് പോയി കബറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ അല്ലാഹുവോട് പറയണം. അപ്പൊ ഇതൊരാൾ കണ്ടു, അയാൾ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഖുർആൻ എന്തുണ്ട്? നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വരണം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ പറയണം, റസൂലും നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയണം. അപ്പൊ നമ്മൾ പറയും, നീ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. ഖുർആൻ ഉണ്ട്, ഖുർആൻ അങ്ങനെയുണ്ട്, പക്ഷെ നീ മനസ്സിലാക്കിയത് എങ്ങനെയായില്ല? ഫഹ്മുസ് സലഫ് അനുസരിച്ചായില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നീ ഇപ്പൊ പറഞ്ഞ ആയത്ത് ഖുർആനിലുണ്ട്. എന്ത്? തെറ്റ് ചെയ്താൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വരണം, എന്നിട്ട് റസൂൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരും അല്ലാഹുവോട് അവിടെ നിന്ന് ദുആ ചെയ്യണം, അപ്പൊ അല്ലാഹു അവരെ സ്വീകരിക്കും. ഖുർആനിലുണ്ട്. പക്ഷെ ഇത് വായിച്ചിട്ട് എന്ത് ചെയ്തു? ടിക്കറ്റ് എടുത്ത് മദീനത്തേക്ക് പോയി, അവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് നബിയോട് പറയാ, നബിയെ ഞാൻ തെറ്റ് ചെയ്തു പോയി, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ പറയണം. ഇത് കണ്ടപ്പോ നമ്മൾ ചോദിച്ചു അവരോട്, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? പറഞ്ഞു, ഖുർആനിൽ ആയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെന്ത് പറയും? ആയത്തുണ്ട്, പക്ഷെ ആയത്ത് നീ മനസ്സിലാക്കിയത് ഫഹ്മുസ് സലഫ് അനുസരിച്ചായില്ല, തെറ്റിപ്പോയി. എന്താ കാരണം? സഹാബത്തെ മനസ്സിലാക്കി എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഫീ ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവനോടെ ഉള്ള സമയത്ത് അവിടെ ആരെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അവർ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയം ദുനിയാവിൽ ദുആ ഏറ്റവും അധികം സ്വീകരിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നബി ഉള്ള സ്ഥിതിക്ക് അവർക്ക് ഭാഗ്യമാണത്. അവർ വന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹി പറയും, അല്ലാഹുവേ ഇയാളെ തെറ്റ് ചെയ്തു പോയി, നീ മാപ്പാക്കി കൊടുക്കണേ. ഫീ ഹയാതിഹി, അത് റസൂലുള്ളാഹി ജീവനോടെ ഉള്ള കാലത്താണ്. ബഅദ മമാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം സഹാബാക്കൾ ആരും എന്ത് ചെയ്തില്ല? പിന്നെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സഹാബാക്കൾ ആരും തെറ്റ് ചെയ്തു പോകില്ലേ? സഹാബാക്കൾ മക്കൾ തെറ്റ് ചെയ്തു പോകും. പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല? ഈ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. കാരണം അവർ മനസ്സിലാക്കിയത് എന്താണ്? അത് ജീവിതകാലത്ത് ബാധകമാകുന്ന നിയമമാണ്, മരിച്ചതിന് ശേഷം ആ നിയമം ബാധകമല്ല. ഇവരിപ്പോ മദീനത്തേക്ക് പോയ എന്തുകൊണ്ടാ? സലഫുകൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഇതിനോ മനസ്സിലായോ? അപ്പം മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസപരമായ കാര്യത്തിലുള്ള ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം സ്വഹീഹായ ഹദീസാണ്. ഇവ രണ്ടും, ഖുർആനും സ്വഹീഹായ ഹദീസും, മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നു, മനസ്സിലാക്കുന്നത് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെയായിരിക്കും. തിരിഞ്ഞോ? ആരാണ് മുൻഗാമി? സഹാബാക്കൾ. ആ സലഫിനെ ഫോളോ ചെയ്യുന്നവന് പറയുന്ന പേരാണ് സലഫി. മനസ്സിലായോ? സലഫി എന്ന് പറയുന്ന ആൾക്കാണ് സലഫിനെ, മുൻഗാമികളെ ഫോളോ ചെയ്യുന്നവർക്ക്. ആരാ മുൻഗാമി? സഹാബാക്കൾ. അപ്പൊ സഹാബാക്കളെ ഫോളോ ചെയ്യുന്നവന് പറയുന്ന പേരാണ് സലഫി. അപ്പൊ സലഫി ആകണമെങ്കിൽ ഫോളോ ചെയ്യണം. വെറുതെ ആ പേര് സ്വീകരിച്ചിട്ട് കാര്യമില്ല. മുൻഗാമികളുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസം നമ്മൾ സ്വീകരിക്കണം. മുൻഗാമികളുടെ ജീവിതം എത്ര നന്നായിരുന്നോ അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതം നന്നാക്കണം. അപ്പോഴേ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നവരായി മാറുള്ളൂ. ഇത്രയും മനസ്സിലായല്ലോ? ഇനി നല്ല മക്കളുണ്ടല്ലോ, ഫഹ്മുസ് സലഫ് അനുസരിച്ച്, ശ്രദ്ധിക്കണേ, ഫഹ്മുസ് സലഫ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനിനെയും സഹീഹായ ഹദീസിനെയും പ്രമാണമായി സ്വീകരിച്ച് വിശ്വസിക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. മനസ്സിലായോ? എന്താ പറഞ്ഞത്?
ഫഹ്മുസ് സലഫ് അനുസരിച്ച് ഖുർആനിനെയും സ്വഹീഹായ ഹദീസിനെയും പ്രമാണമായി സ്വീകരിച്ച് വിശ്വാസികളായി ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ അത് വെറും ഒരു പേരല്ല. അഹ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ. ആളുകൾ. അസുന്നത്തി, സുന്നത്തിന്റെ, സുന്നത്ത് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ. വൽ ജമാഅ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടം, ഐ അസ്സലഫ്, സഹാബാക്കൾ. ഇപ്പൊ നബിയുടെയും സഹാബാക്കളുടെയും ആളുകൾ, ഇതാണ് ആ പേരിന്റെ അർത്ഥം, അഹ്ലു സുന്നത്തി വൽ ജമാഅ. എപ്പോഴാ നബിയുടെയും സഹാബാക്കളുടെയും ആളായി മാറുക? വിശ്വാസവും കർമ്മങ്ങളും അവരെ പോലെ ആയാൽ. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഫഹ്മുസ് സലഫ് അനുസരിച്ച്. സലഫ് മീൻസ് മൂസാ നബി, സഹാബാക്കൾ. സലഫ് സഹാബാക്കൾ. സഹാബാക്കളുടെ ഫഹ്ം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാക്കിയതുപോലെ ഖുർആനിനെയും സ്വഹീഹായ ഹദീസിനെയും പ്രമാണമാക്കി വിശ്വാസികളായി ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅയിൽ പെട്ടവരാകണമെങ്കിൽ നമ്മുടെ വിശ്വാസം ആരെ പോലെയാവണം? സലഫുകളെ പോലെയാവണം. നമ്മുടെ സ്വഭാവം ആരെ പോലെയാവണം? സലഫുകളെ പോലെയാവണം. നമ്മുടെ അമലുകൾ ആരെ പോലെയാവണം? സലഫുകളെ പോലെയാവണം. നമ്മൾ ചെയ്യേണ്ടത് ആര് ചെയ്തതായിരിക്കണം? സലഫുകൾ ചെയ്തതായിരിക്കണം. അതിനെതിരായിട്ടുള്ളതൊന്നും അഹ്ലുസുന്ന വൽ ജമാഅയിൽ പെട്ടതല്ല. വർണ്ണതിരിയുന്നുണ്ടോ? എന്താ പറഞ്ഞത്? ഫഹ്മുസ് സലഫ് അനുസരിച്ച് ഖുർആനിനെയും സ്വഹീഹായ ഹദീസിനെയും പ്രമാണമാക്കി വിശ്വാസികളായി ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅന്റെ അർത്ഥം എന്താ? നബിയുടെയും അഹ്ലുസുന്ന, സുന്ന നബി, നബിയുടെയും സഹാബാക്കളുടെയും ആളുകൾ. മനസ്സിലായോ? അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം അഖീദ എന്തായിരിക്കും? നബിയുടെയും സഹാബത്തിന്റെയും അഖീദയായിരിക്കും. അപ്പൊ അല്ലാഹുവിന് കയ്യുണ്ടെന്നാണ് നബിയുടെയും സഹാബത്തിന്റെയും അഖീദ. അപ്പൊ നമ്മുടെ അഖീദ എന്തായിരിക്കണം? അല്ലാഹു കയ്യുണ്ടെന്നായിരിക്കണം. അല്ലാഹു മുകളിലാണ്, ആകാശത്തിലാണ് എന്നാണ് നബിയുടെയും സഹാബത്തിന്റെയും സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും വിശ്വാസം. അപ്പൊ നമ്മളുടെയും വിശ്വാസം എന്തായിരിക്കണം? അല്ലാഹു ആകാശത്തിലാണ്. നമ്മൾ പറയാ അല്ലാഹു എല്ലായിടത്തുണ്ട്, എന്നിട്ട് പറയണം നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ആവില്ല. മനസ്സിലായോ? അല്ലാഹു മുഖമുണ്ടോ? അറിയില്ലേ? വയസ്സ് എത്രയാണ്? എത്ര വയസ്സായി? അത്രയായിട്ടു കുഞ്ഞ. അല്ലാഹു മുഖമുണ്ടോ? ഉണ്ട്. സൂറത്തുർ റഹ്മാനിൽ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക വയബ്ഖാ വജ്ഹു റബ്ബിക. എല്ലാം നശിക്കും, എന്റെ റബ്ബിന്റെ വജ്ഹ് ബാക്കിയാവും. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം. എങ്ങനെയാ? നമുക്കറിയില്ല. മുഖമുണ്ട് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ആരാ സുന്നത്ത് ജമാഅത്ത്? നബിയും സഹാബാക്കളും. എങ്കിൽ നമ്മൾ ആ വിശ്വാസക്കാരാണെങ്കിലേ നമ്മൾ എതിർപ്പെടും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പെടുള്ളൂ. ഞാൻ പറഞ്ഞു തിരിഞ്ഞോ? അപ്പൊ ചുരുക്കത്തില് നമ്മൾ പറഞ്ഞു വന്ന മൊത്തത്തിൽ ഞാൻ പറയാം. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ആദ്യമായി പഠിച്ച് മനസ്സിലാക്കി കൃത്യമായും ഫോളോ ചെയ്യേണ്ടത് യഥാർത്ഥത്തിലുള്ള വിശ്വാസമാണ്. കാരണം അല്ലാഹു അടിമകളിൽ നിന്ന് പരിഗണിക്കുന്നത് പ്രവർത്തനങ്ങളല്ല, പ്രവൃത്തി ചെയ്തവന്റെ വിശ്വാസത്തെയാണ്. അതുകൊണ്ടാണ് അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ അറിവ് ഇൽമുൽ അഖീദ, അഖീദയുടെ അറിവായി മാറിയത്. അഖീദ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ കെട്ടുക, മുറുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് നല്ല ഉറപ്പുള്ള വിശ്വാസം, കെട്ടി ഉറപ്പിച്ചു വെച്ച സംശയമില്ലാത്ത, പടച്ചലില്ലാത്ത വിശ്വാസം. ദീനിൽ അഖീദ എന്ന് പറഞ്ഞാൽ അൽ ഈമാനുൽ ജാസിമു ബില്ലാഹി തആല, അല്ലാഹുവിലുള്ള
ഉറച്ച വിശ്വാസത്തിനാണ് അഖീദ എന്ന് പറയുന്നത്. ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കുന്നത് ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നായിരിക്കും, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ നിന്നും ആയിരിക്കും. ഈ രണ്ട് പ്രമാണങ്ങളെയും നമ്മൾ സ്വീകരിക്കുന്നത് മനസ്സിലാക്കുന്നത് ഫഹ്മുസ് സലഫ് അനുസരിച്ചായിരിക്കും. മുൻഗാമികളായ സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കും. നമ്മളെ വക വ്യാഖ്യാനങ്ങൾ ഉണ്ടാവില്ല, നമ്മളെ വക വിശദീകരണങ്ങൾ പറയൂല, നമ്മളെ വക പ്രത്യേകിച്ചൊരു ചിന്തയും പഠനവും ഒന്നും ആ വിഷയത്തിലില്ല. മുൻഗാമികൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ വിശ്വസിക്കും. മനസ്സിലായോ? അങ്ങനെ ഫഹ്മുസ് സലഫ് അനുസരിച്ച് ഖുർആനിനെയും സ്വഹീഹായ ഹദീസിനെയും പ്രമാണമാക്കി വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരാണ് നാളെ ആഖിറത്തിൽ സ്വർഗം കിട്ടുന്ന വിജയിച്ച ഒരേ ഒരു വിഭാഗം. മനസ്സിലായോ? വിശ്വാസങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗങ്ങളായി മാറും. നസാറാക്കളും ജൂതന്മാരും നീ ആരും പറയാം അതെ എന്താ പറഞ്ഞ നമ്മള് ജൂതന്മാരും നസാറാക്കളും 72 വിഭാഗങ്ങളായി മാറും. വിശ്വാസങ്ങൾ പറയാണ് എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറി. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാം നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു ടീം ഒഴികെ, ഒറ്റ വിഭാഗം ഒഴികെ, ബാക്കി 22 നരകത്തിലാണ്. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണവർ? ആ സ്വർഗത്തിൽ പോകുന്ന ഒറ്റ വിഭാഗന്മാരാണ്. വിശ്വാസങ്ങൾ പറഞ്ഞു, മാ അന അലൈഹിം യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഇന്ന് ഏതൊന്നിലാണോ ഉള്ളത്, ഏത് വിശ്വാസത്തിലാണോ, എന്ത് കർമ്മങ്ങളാണോ ചെയ്യുന്നത്, ഏത് രീതിയിലാണോ ജീവിക്കുന്നത്, അങ്ങനെ ആരുണ്ടായോ അവനാണ് ആ ഒരു ടീം. അവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. വേറെ സ്വർഗ്ഗത്തിൽ പോകില്ല. പോകണമെങ്കിൽ നമ്മുടെ വിശ്വാസം നബിയുടെയും സഹാബാക്കളുടെയും വിശ്വാസം പോലെയാവണം. നമ്മളുടെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന അമലുകൾ നബിയും സഹാബാക്കളും ചെയ്ത പോലെയാവണം. നമ്മുടെ സ്വഭാവം നബിയും സഹാബാക്കളും ചെയ്ത പോലെയാവണം. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽപ്പെട്ട ഒരു മെമ്പറുടെ ഒരു രീതി എന്തായിരിക്കും അറിയോ? ഓന്റെ മുമ്പിൽ ആരും ഒരു വിശ്വാസം അവതരിപ്പിച്ചാൽ ഓൻ ചോദിക്കും, തെളിവെന്താണ്? ഖുർആനിലുണ്ടോ? സ്വഹീഹായ ഹദീസിലുണ്ടോ? സഹാബാക്കൾ അങ്ങനെ ആയിരുന്നോ? അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ നീ പറഞ്ഞല്ലേ അവിടെ ഞാൻ വിശ്വസിക്കാം. ഒരു പ്രവൃത്തിയിലാണ് ചെയ്തു. ഞാൻ ഉദാഹരണം പറയാം. ഉറൂസില്ലേ, ഉറൂസ് ഇപ്പൊ മടക്കി ഉറൂസ് കഴിഞ്ഞില്ലേ? അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅത്ത് ചെയ്യേണ്ട അമലാണെങ്കിൽ അത് ചെയ്യണം, സലഫ് ചെയ്യണം. സലഫിനെ ഫോളോ ചെയ്യുന്നവരല്ലേ അഹ്ലുസുന്ന വൽ ജമാഅ. ആ സലഫാണ് സഹാബാക്കളാണ്. സഹാബാക്കൾ എന്ത് ചെയ്തിരിക്കണം? ഉറൂസ് നടത്തിയിരിക്കണം. സഹാബാക്കൾ നടത്തിയിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഉറൂസ് ദീനിൽപ്പെട്ടതാണ്. അവർ ചെയ്തിട്ടില്ലെങ്കിൽ ദീനിൽപ്പെട്ടതല്ല. അവർക്ക് ഈ സഹാബാക്കൾക്ക് നല്ല ഒരു ഖബറ് കിട്ടാത്തത് കൊണ്ടാണോ അവർ ഉറൂസ് നടത്താതിരുന്നത്? ആണോ? ചോദിച്ചു മനസ്സിലായില്ല. നമ്മളിപ്പം വലിയ ഉലിയാക്കളുടെ ഖബറിനടുത്തല്ലേ ഉറൂസ് നടത്തുക. സഹാബാക്കൾ നടത്താതിരുന്നത് അവർക്ക് നല്ലൊരു ഖബറ് കിട്ടായില്ല. അവർക്ക് കിട്ടിയ ഖബർ ഏതാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ഹംസയുടെ ഖബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ, ഈ 2 സഹാബാക്കളും ഇതിനേക്കാളും വലിയ മനുഷ്യന്മാരെ പറയണ്ടാണ്. എന്നിട്ട് അവരെന്തില്ല, അത് നടത്തിയില്ല. അതുകൊണ്ട് ഉറൂസ് നടത്തുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പേരിൽ നടത്തിയാൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. നമ്മളെന്ത് ചോദിക്കും? അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബിയും സഹാബാക്കളെയും ഫോളോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നതല്ലേ, അവരിത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെളിവ് ഇവിടെ, തെളിവ് എവിടെ നിന്ന് കാണിച്ചു തരണം? ഖുർആനിൽ നിന്നും
സഹീഹായ ഹദീസിൽ നിന്നും. തെളിവിലില്ലെങ്കിൽ അത് ചെയ്യാൻ പാടുള്ളതാണ്. ക്ലിയർ. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രത്യേകത, അവരുടെ വിശ്വാസം ക്ലിയർ. അവർക്ക് വലിയ സമാധാനമായി. എന്താണ് തെളിവന്വേഷിക്കും. ഖുർആൻ തെളിവ് കിട്ടി, സഹീഹ ഹദീസിന് തെളിവ് കിട്ടി, സഹാബാക്കൾ ചെയ്തതായി തെളിവ് കിട്ടി. മനസ്സിന് സംശയം പോയി, ചൊറിച്ചിന് പോയി, റാഹത്തായി. തെളിവില്ലാത്തിടത്തോളം കാലം അവൻ്റെ ഉള്ളിൽ ആ സംശയം ഇങ്ങനെ കുത്തിക്കളിച്ചുകൊണ്ട് ഒരു സമാധാനവും അവരുടെ ജീവിതത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അഹ്ലുസുന്ന വൽ ജമാഅയിൽ പെടണം. മുജാഹിദൊന്നും ആവണ്ട, ആരും സെൽഫിയൊന്നും ആവണ്ട, ഒരു സംഘടനയിൽ മെമ്പർഷിപ്പും ആകണ്ട. ഏത് സംഘടനയിൽ മെമ്പർഷിപ്പ് ആവണം? അഹ്ലുസുന്ന വൽ ജമാഅയിൽ മെമ്പർഷിപ്പ് ആവണം. അഹ്ലുസുന്ന വൽ ജമാഅയിൽ മെമ്പർഷിപ്പ് ആവാൻ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, അവരുടെ വിശ്വാസപരമായ കാര്യത്തിൽ അവരുടെ ഒന്നാമത്തെ പ്രമാണം ഖുർആനായിരിക്കും. രണ്ടാമത്തെ പ്രമാണം സഹീഹായ ഹദീസായിരിക്കും. ഇവ രണ്ടും അവർ മനസ്സിലാക്കുന്നത് സലഫുകൾ മനസ്സിലാക്കിയ പോലെ ആയിരിക്കും. എന്നിട്ട് ആ സലഫുകളെ ഫോളോ ചെയ്യുന്നവൻ ആയിരിക്കും. മനസ്സിലായോ? ഇവരാണ് നാളെ ആഖിറത്തിൽ വിജയിച്ച, സ്വർഗം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആളുകൾ. അഹ്ലുസുന്ന വൽ ജമാഅക്ക് മറ്റു ചില പേരുകളും ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഉലമാക്കൾ മറ്റു പല പേരുകളും പറഞ്ഞു. അതിലൊന്ന് അഹ്ലുസുന്ന വൽ ജമാഅ പോലെ തന്നെയുള്ള മറ്റൊരു പേരാണ് അസ്ഹാബുൽ ഹദീസ്. അസ്ഹാബുൽ ഹദീസ്. മറ്റൊന്ന് അഹ്ലുൽ ഹദീസ്. അഹ്ലുൽ ഹദീസ്. മറ്റൊന്ന് അൽ ഫിർഖത്തുൽ മൻസൂറ. ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. അൽ ഫിർഖത്തുൽ മൻസൂറ. മറ്റൊന്ന് അൽ ഫിർഖത്തുൻ നാജിയ. അൽ ഫിർഖത്തുൻ നാജിയ. ഇതെല്ലാം അഹ്ലുസുന്ന വൽ ജമാഅയുടെ വ്യത്യസ്ത പേരുകളാണ്. അസ്ഹാബുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ആളുകൾ, അതായത് സഹീഹായ ഹദീസുകൾക്കനുസരിച്ച് ജീവിക്കുന്നവർ. അതായത് അഭിപ്രായങ്ങൾ നോക്കിയിട്ട് ജീവിക്കൂല, ആളുകൾ പറഞ്ഞ പോലെ ആയിരിക്കൂല, നാട്ടിൽ നടക്കുന്ന പോലെ ആയിരിക്കൂല. ജിമ്മ ചിത്രം വരിക, ഈ അങ്ങോട്ട് നോക്കുന്ന കാണുന്നില്ല. പിന്നെ അഹ്ലുൽ ഹദീസ്, അതും അങ്ങനെ തന്നെ അർത്ഥം. അഹ്ലുൽ ഹദീസ് കേട്ടില്ലേ? സെലഫികൾക്ക് പറയുന്നത് അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ ആളുകൾ. ഫിർഖത്തുൽ മൻസൂറ, സഹായിക്കപ്പെട്ട വിഭാഗം. മൻസൂറ എന്ന് പറഞ്ഞാൽ സഹായിക്കപ്പെട്ട, അത് അല്ലാതെ സഹായം കിട്ടുന്ന വിഭാഗം. അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗം. നാജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്നത്. ഇതൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅക്ക് പറയപ്പെടുന്ന പ്രത്യേകം വ്യത്യസ്ത പേരുകളാണ്. മനസ്സിലായോ? ഇത് ഗ്രൂപ്പിലിടലുണ്ടോ ക്ലാസ്? അത് ആവർത്തിച്ച് കേൾക്കണം, പഠിക്കണം. നല്ല വിശ്വാസികളാണ്. ജീവിച്ചിട്ട് വെറുതെ മരിച്ചു പോക്കല്ല. കാരണം മരണത്തിന് ശേഷം ഒരു ജീവിതം വരാറുണ്ട്. അത് കളിയും തമാശയല്ല. ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല, അത് ഉറപ്പാണ്. ആരും നമ്മളെ കൂടെ കൂടാനുണ്ടാവില്ല. നമ്മൾ വെറുതെ വിചാരിക്കും അവരുണ്ടാവും, ഇവരുണ്ടാവും, അവർ നോക്കും, ഇവർ നോക്കും. ആരുമില്ല. നമ്മളെ തടി കാത്തോളണം അള്ളാഹുവിന്റെ. അതെങ്ങനെയേ പറ്റൂ? വിശ്വാസം ശരി. അള്ളാഹ്ക്ക് ആരോട് സഹതാപം തോന്നൂല. ദൈവം പാവം, ഇവനൊന്നും അറിയില്ല, ഇതൊന്നും അള്ളാഹു അറിയില്ല. പഠിച്ചോളണം. വിശ്വാസം ക്ലിയർ ആക്കണം. എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും മുൻഗാമികളെ മാതൃകയാക്കണം. സഹാബാക്കൾ ചെയ്തിട്ടുള്ളൂ, അത് അന്വേഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ചെയ്ത് കാണിച്ചിട്ടുണ്ടോ, മാതൃകയുണ്ടോ? അവരാണ് അഹ്ലുസുന്ന, അഹ്ലുൽ ഹദീസ്, ഫിർഖത്തുൽ മൻസൂറ, ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗം. അതിൽ പഠനം.
അങ്ങനെ ജീവിച്ച് മരിച്ചുപോയ ആളുകളാണ് താബിഉകളും താബിഉകളും. താബിഉ എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ പിൻപറ്റിയ ആളുകൾ, അതായത് സഹാബാക്കളെ ശിഷ്യന്മാർ. താബിഉ എന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ. അതായത് 300 കൊല്ലം, ദീനുൽ ഇസ്ലാമിന്റെ തുടക്കത്തിലെ 300 കൊല്ലം, സഹാബാക്കളുടെ 100 കൊല്ലം, പിന്നെ താബിഈങ്ങളുടെ 100 കൊല്ലം, താബിഈങ്ങളുടെ 100 കൊല്ലം, ടോട്ടൽ 300 കൊല്ലം. ഈ 300 കൊല്ലത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഉന്നതമായ കാലമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചവരൊക്കെ ക്ലിയർ ആയിട്ടുള്ള റിസൾട്ടിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് സഹാബാക്കളുടെ കൂട്ടത്തിൽ സലഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും പെടുത്തു? അവരെ ശിഷ്യന്മാരെയും അവരുടെ ശിഷ്യന്മാരെയും താബിഈങ്ങളെയും താബിഈങ്ങളെയും പെടുത്തു. ആ 3 നൂറ്റാണ്ടുകളും കൂടി പറയുന്ന പേരാണ് അൽ ഖുറൂനുൽ മുഫദ്ദല. പഠിച്ചു നോക്കണം. അൽ ഖുറൂനുൽ മുഫദ്ദല. അൽ ഖുറൂൻ എന്നർത്ഥം കാലഘട്ടങ്ങൾ. അൽ മുഫദ്ദല, മുഫദ്ദല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമാക്കപ്പെട്ട കാലഘട്ടങ്ങൾ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവനോടെയുള്ള സഹാബത്തിന്റെ കാലം, ആ 100 കൊല്ലം. രണ്ടാമത്തേത് അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങളുടെ കാലം. മൂന്നാമത്തേത് അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങളുടെ കാലം, 300 കൊല്ലം. അതാണ് നമ്മളുടെ സലഫ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും ഒക്കെ അവരെ നോക്കി അവർ ചെയ്ത പോലെ ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. അല്ലാഹു നന്നായി പഠിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഇപ്പം നമുക്ക് കിട്ടും. അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വ്യക്തമായിട്ട്? അടുത്ത ആഴ്ച വരുന്നില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ.